ഇവിടെ ദേവസ്വവും ഗുരുദ്വാരയും ഒക്കെ വഖഫുമൊക്കെ ഗവൺമെന്റിന്റെ കൂടെ അണ്ടറിൽ നിരീക്ഷണത്തിന്റെ കീഴിൽ ഭരിക്കപ്പെടുമ്പോ ഒരു ഗവൺമെന്റ് നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ ഭരിക്കപ്പെടുന്ന സ്വത്തുണ്ടെങ്കിൽ അത് സഭാ സ്വത്തുക്കൾ മാത്രമാണ്. ഇതിനെതിരിലുള്ള നിങ്ങളുടെ ഈ വാദമുഖങ്ങൾ, ഈ സഭാധികാരികളോട് ഞാൻ പറയുക, ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയുന്നില്ല, കാരണം നമ്മുടെ പാമ്പ്ളാനി പിതാവൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു. ഈ വെറുപ്പിന്റെ തീവ്രവാദപരമായ സമീപനം കൊണ്ടൊന്നും കാര്യമില്ല, ഒരു മതവിഭാഗത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാമെന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുന്നതിനെ ഒന്നും കാസയെ പരാമർശിച്ചാ പറഞ്ഞത്, അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ബഹുമാന്യനായ പാമ്പ്ളാനി പിതാവിനെ പോലുള്ള ധാരാളം മതപുരോഹിതന്മാർ, ദൈവബോധമുള്ളവർ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവരുണ്ടായിരിക്കെ മുഴുവൻ ക്രൈസ്തവരെയും ഞാനിത് പറയില്ല. പക്ഷെ വഖഫ് കൊള്ളസംഘമാണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചില പുരോഹിതന്മാരുണ്ടല്ലോ, അവര് നാളെ മുസ്ലിം സമുദായത്തിന്റെ വഖഫ് പ്രോപ്പർട്ടികൾ ഭേദഗതിയിലൂടെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കൈവയ്ക്കാൻ അവർക്ക് മുമ്പിൽ എന്താണ് തടസ്സമെന്ന് മണിപ്പൂർ മുമ്പിൽ വെച്ച് അവർ ആലോചിക്കുന്നത് നല്ലതാണ്. അമേരിക്കയുടെ വലിയ സ്വാധീനമൊക്കെ രക്ഷിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് മണിപ്പൂരിലെ തീ അണയുന്നില്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മുടെ പൂർവികന്മാർ ചെയ്ത ദാനത്തെ, അത്തരം വഖഫുകളെ വഖഫല്ലാതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ നാം പിടിച്ചെടുത്തു എന്നാ പറയണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നമ്മുടെ വഖഫുകൾ, വഖഫ് ബോർഡ്, വഖഫിന്റെ ഭൂമിയിൽ എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നറിയോ? സുപ്രീം കോടതി വഖഫ് ഭൂമിയിലാ. ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ നിരവധി സ്ഥാപനങ്ങൾ ഡൽഹിയിൽ വഖഫിന്റെ ഭൂമിയിലാ. ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിരോധ സേനയുടെ ഏറ്റവും അധികം ഭൂമി വഖഫാണ്. ഡൽഹി കോർപ്പറേഷന്റെ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിലാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടുന്ന ഭൂമി ഒരു രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടാമെന്നുള്ളത് ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ പറഞ്ഞത് നദിയൊഴുക്കിയാൽ, കിണർ കുഴിച്ചാൽ, തോട്ടം നിർമ്മിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം വഖഫായി പരലോക പുണ്യമായി മാറുമെന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ വഖഫാക്കപ്പെട്ട ഈ വഖഫ് ബോർഡ് തന്നെ ഉണ്ടാക്കിയത് സത്യത്തിൽ എന്തിനെന്നറിയാവോ? മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് മുസ്ലിങ്ങൾ ഞങ്ങൾക്കൊരു വഖഫ് ബോർഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ വഖഫ് ഭൂമികൾ വിഭജനത്തോടുകൂടി ഡൽഹിയിലും ബോംബെയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല മഹാനഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും അതീവ സമ്പന്നന്മാരായ ഒരുപാട് മുസ്ലിം പ്രഭുക്കന്മാരുടെ അടക്കമുള്ള ഭൂമികൾ ഇട്ടേച്ച് വിഭജനത്തിന് ശേഷം അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോ ആ ഭൂമിയെല്ലാം മുസ്ലിം ഇൻഡിവിജ്വൽസ്, മുസ്ലിമീങ്ങൾ അതെടുക്കാതിരിക്കാൻ, മറ്റുള്ളവരും അതെടുക്കാതിരിക്കാൻ, വ്യക്തികൾക്ക് സ്വന്തമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അത് തങ്ങളുടേതാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് ആണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? നമ്മളെപ്പോഴാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്? ഇത് വ്യക്തി കൊണ്ടുപോകരുത്. വഖഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യമാണ്. അതുകൊണ്ട് വഖഫിന്റെ ഭൂമി വഖഫ് ചെയ്യപ്പെട്ടാൽ അത് രാഷ്ട്രത്തിന്റെ കൂടി അധികാരത്തിലേക്കാണ് ഇത് വരുന്നത്. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലടക്കം വഖഫ് ബോർഡുകൾ ഭരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ. ചിലപ്പോ പറയും തലക്കെട്ടുകാരായ ആരെങ്കിലും ഒരാള് അതിന്റെ ചെയർമാൻ ആയിട്ടുണ്ടാവും. ആരാ നിയമിക്കണേ? അപ്പപ്പോ ഭരിക്കുന്ന ഗവൺമെന്റാ, ഗവൺമെന്റിന്റെ നോമിനിയാണ്. ആ നോമിനിക്ക് ഗവൺമെന്റിന്റെ താല്പര്യത്തിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പദവിയാ എന്ന് പറഞ്ഞ് നമ്മളെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇന്ന് വഖഫ് ബോർഡ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഗവൺമെന്റിന്റേതാണ്. വഖഫ് ബോർഡുകളല്ല, 36 വഖഫ് ബോർഡുകൾ സ്റ്റേറ്റിന്റേതായി അല്ലാതെ ഈ 36 വഖഫ് ബോർഡുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ട്, സ്റ്റേറ്റുകളുടെയും കീഴിൽ. ഈ വഖഫ് ബോർഡുകളൊന്നും മുസ്ലിമീങ്ങൾ സമരം ചെയ്തുണ്ടാക്കിയതല്ല. മുസ്ലിമീങ്ങൾ ഇട്ടും വെച്ചും പോയ ആ വസ്തുവകകൾ അത് വ്യക്തികൾ അന്യാധീനപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതിവിടെ സംഭവിച്ചു. നിങ്ങൾക്കറിയോ, 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത മില്ലനിയം പാർക്ക് 10 ഏക്കർ ഭൂമി ഖബർസ്ഥാന് വേണ്ടി വഖഫ് ചെയ്തതാ. അതൊക്കെ നമുക്ക് സഹിക്കാം, കാരണം പൊതുസമൂഹത്തിന് വേണ്ടി നൽകിയതിൽ മുസ്ലിം സമൂഹം ഇടപെട്ടിട്ടില്ല. ഇപ്പൊ മുസ്ലിം സമുദായം അത് അരുത്, ഭേദഗതികൾ അരുതെന്ന് പറയുന്നപ്പോൾ എന്തേ ഈ സമുദായം മുമ്പേ പറഞ്ഞില്ല? നിങ്ങൾ ആലോചിക്കണം. സുപ്രീം കോടതി വിട്ടതാന്ന് പറഞ്ഞോ? റെയിൽവേ പിടിച്ചെടുത്ത ഭൂമി തരാൻ പറഞ്ഞോ? പ്രതിരോധ സേനയുടെ വസ്തുവകകൾ വഖഫിന്റേതാണ്, രേഖാമൂലം രേഖകൾ സംസാരിക്കുന്നു, തരണമെന്ന് നമ്മൾ പറഞ്ഞോ?
ആർക്കിയോളജിയുടെ വസ്തുവകകൾ വിട്ടുതരണമെന്ന് പറഞ്ഞോ? എന്താ കാര്യം? വഖഫിന് രാഷ്ട്ര നിർമ്മാണത്തിൽ വഖഫിന്റെ പ്രോപ്പർട്ടികൾക്ക് ഒരു പങ്കുണ്ട്. അതുകൊണ്ട് അത് ആ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് തിരിച്ചറിയാൻ ശേഷിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രമത കൈകാര്യം. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുതലാളിയായി മണിക്കൂറുകളോളം ജീവിക്കുകയും ചില മണിക്കൂറുകൾ അതിനുശേഷം താഴോട്ട് വരികയും ചെയ്ത സാക്ഷാൽ അംബാനിയുടെ അന്റാലിയ എന്ന് പറയുന്ന 32 നിലയുള്ള ആഡംബര ഭവനമുണ്ടല്ലോ, അത് നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാ. ഏക്കർ കണക്കിനുള്ള വഖഫ് ഭൂമിയിലാ. എറണാകുളം നഗരത്തിലെ 10 സെന്റിന്റെ വില പോലും കൊടുക്കാതെ അയാൾ സ്വന്തമാക്കിയപ്പോ ഇത്തരക്കാരായ ആളുകൾ, അത് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് അന്യാധീനപ്പെട്ട് രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വഖഫിന്റെ നിയമങ്ങളെ കർക്കശമായി ഉറപ്പിച്ചത് കോൺഗ്രസിന്റേതും മറ്റു ഗവൺമെന്റുകളും ഉറപ്പിച്ചത് രാജ്യത്തിന് വേണ്ടിയാ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല. മുസ്ലിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയല്ല, രാജ്യത്തിനത് വേണമെന്നുള്ളത് കൊണ്ടാ. നമ്മളാണോ ബോർഡ് ഉണ്ടാക്കിയത്? മുസ്ലിം സമുദായം എപ്പോഴെങ്കിലും വഖഫ് ബോർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞോ? എന്താ നമ്മൾ പറയാഞ്ഞേ? അത് പറയാതെ തന്നെ രാജ്യം അത് ചെയ്യും. കാരണം ഈ വഖഫിന്റെ ഗുണം രാജ്യം മുഴുവൻ അനുഭവിക്കുക. സുപ്രീം കോടതി ആർക്കാ അതിന്റെ ഗുണം തരുന്നേ? അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പ്രോപ്പർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ളതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നേ? ഇതൊക്കെ മുസ്ലിം സമ്പന്നന്മാർ ദാനം ചെയ്തതും വിഭജനാനന്തരം ഇട്ടും വെച്ചും പോയതുമായ പ്രോപ്പർട്ടികൾ ഈ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിയമം നിർമ്മിച്ചത് വഖഫിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും ഗവൺമെന്റുകൾ മുറുക്കലാ പതിവ്. കേരളത്തിന്റെ സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും മുസ്ലിങ്ങൾ ഒച്ച വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം വഖഫിന്റെ വസ്തുക്കൾ ഗവൺമെന്റിന് നാളെ ഉപയോഗിക്കാൻ കഴിയണമെന്നാണ് ഗവൺമെന്റുകൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അവരുടെ പ്രതിനിധികളെയാണ് ആ സ്ഥാനത്ത് അവർ വെക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, 122ഓളം പ്രോപ്പർട്ടികൾ ഡൽഹിയിൽ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടികളെല്ലാം വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ ദാനത്തിന്റെ ഭാഗമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെയാണ് ഇപ്പൊ മുനമ്പം വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ ഏറ്റവും വലിയ അപകടകാരികൾ, വഖഫ് ഒരു കൊള്ളസംഘമാണെന്ന് ഒരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിൽ എഴുതി വഖഫ് ഒരു കൊള്ളസംഘമാണെന്ന്. സഹിക്കാനാവുമോ നമുക്ക്? നമ്മൾ ആരുടെ വഖഫാണ് കൊള്ള ചെയ്തത്? ഏതെങ്കിലും ക്രൈസ്തവരുടെ പ്രോപ്പർട്ടി നാം പിടിച്ചെടുത്തെന്ന് ക്രിസ്ത്യാനികൾ ഇതുവരെ പറഞ്ഞോ? ഹിന്ദുവിന്റെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തെന്ന് ഹിന്ദു ഇതുവരെ ആരോപണം ഉന്നയിച്ചോ? ഗവൺമെന്റിന്റെ പിടിച്ചെടുത്തുവെന്ന് ഗവൺമെന്റ് ഇന്നുവരെ ആരോപിച്ചോ? സംഭവിക്കുന്നത് പലപ്പോഴും തിരിച്ചാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ വഖഫ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതിനുവേണ്ടി കോലാഹലമൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികൾ പിടിച്ചെടുക്കുമ്പോൾ അതൊന്നുകിൽ ഈ സമുദായത്തിന് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടണം. അത് യഥാർത്ഥത്തിൽ വഖഫ് അല്ലെന്ന് പറഞ്ഞു വരുമ്പോ വഖഫാണെന്ന് പറയാനുള്ള അതിന്റെ സ്റ്റാറ്റസ് നിലനിർത്താനുള്ള അവകാശത്തിന് വേണ്ടിയാണ് മുസ്ലിം സമുദായം പോരാടുന്നത്. നിങ്ങൾക്കറിയാമോ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് വല്ലതും ചെയ്തോ? അതാണ് മുനമ്പം വഖഫ്. മുനമ്പത്തെ വഖഫ് ഭൂമി എന്ന് വഖഫ് ഭൂമി അല്ല എന്ന് ഇവിടത്തെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ചെയ്യുന്ന ദ്രോഹം മുസ്ലിം സമുദായത്തോടല്ല, ഈ രാജ്യത്തോടാണ്, രാജ്യത്തെ പൊതുസമൂഹത്തോടാണ്. ഇവിടത്തെ ഹിന്ദുവിനോട്, ക്രിസ്ത്യാനിയോട്, ഒപ്പം മുസ്ലിമിനോടുമാണ് അവർ ദ്രോഹം ചെയ്യുന്നത്. ഏത് വഖഫ് ഭൂമിയാണ് വഖഫല്ലെന്ന് ഇവർ പറയുന്നത്? നോക്കൂ നിങ്ങൾ, മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ചെയ്തത് എപ്പോഴാണെന്നറിയോ? അവിടെ ഒരു കോളേജ് നിർമ്മിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തകരിൽ ഒരാളായിരുന്ന സീതി സാഹിബ്, നമ്മുടെ കേരളത്തിന്റെ സ്പീക്കറായിരുന്ന സീതി സാഹിബിനെ പോലുള്ളവർ ഒരു വലിയ ഇസ്ലാമിക സമൂഹത്തിന് കൂടി പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു പൊതുകലാലയം രൂപാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ 1950കളിൽ ഒരു കോളേജിനെ കുറിച്ചുള്ള സങ്കല്പം, മൻ അല്ലമ ഇൽമ, ഇൽമിന് വേണ്ടി ചെയ്യുന്ന ഏർപ്പാടുകൾ വഖഫാണ്, പരലോകത്ത് പുണ്യം കിട്ടുമെന്ന. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവർ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വെക്കാതെ ഞങ്ങൾ ആ കോളേജിന് അഫിലിയേഷൻ തരൂല. സീതി സാഹിബിനെ പോലുള്ള പൊതുപ്രവർത്തകർ അതിസമ്പന്നന്മാരാണ് അവരൊക്കെ. അവർ നൽകാവുന്നത് ആവുന്നത്ര നൽകി 4 ലക്ഷം രൂപയുടെ വക കണ്ടെത്തി. പക്ഷേ 5 ലക്ഷമാക്കാൻ അവർക്കാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദീഖ് സേട്ട് എന്ന ധാരാളം വസ്തുക്കൾ, സ്വന്തമായിട്ടുള്ള ഭൂമി ധാരാളം എന്നൊക്കെ ആളുകൾക്കുണ്ട്. 1000കണക്കിന് ഏക്കറുകളാണെന്ന് സമ്പന്നന്മാരുടെ കൈവശമുള്ളത്. അങ്ങനെയുള്ള ഈ സിദ്ദീഖ് സേട്ടിനെ സമീപിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോ
അദ്ദേഹം തന്റെ 404 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ വില വരുന്ന, അന്നത്തെ വില അതാ, 1 ലക്ഷം രൂപ 404 ഏക്കറിന് അങ്ങ് വിട്ടുകൊടുക്കുക. 404 ഏക്കറിന് ഇന്ന് വില എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് വിട്ടുകൊടുക്കുകയാണ് തന്റെ മക്കൾ അനുഭവിക്കേണ്ടത്. ഫാറൂഖ് കോളേജിന്റെ നിർമ്മാണത്തിന് വേണ്ടി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി, ഒരു മുസ്ലിം സ്ഥാപനത്തിന് വേണ്ടിയല്ല, ഒരു അറബിക് കോളേജിന് വേണ്ടിയല്ല, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഹിന്ദു പഠിക്കുന്ന, ക്രിസ്ത്യാനി പഠിക്കുന്ന, മുസ്ലിമും പഠിക്കുന്ന, ഹിന്ദു അധ്യാപകനാകുന്ന, ക്രിസ്ത്യാനി അധ്യാപകനാകുന്ന, ആയിട്ടുള്ള മുസ്ലിമും അധ്യാപകനാകുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി 404 ഏക്കർ മാറ്റിവെച്ച ഈ ഭൂമി വഖഫ് അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട അധികാര വർഗത്തിനോടൊപ്പം സഹോദര മനസ്സോടുകൂടി ഒരുമിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ സമൂഹത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗവും കൂട്ടുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അവർ തിരുത്തണം, തിരിച്ചറിയണം. സൗഹാർദ്ദം ഭംഗപ്പെടുത്തിയത് കൊണ്ട്, വഖഫിനെ വഖഫല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആരും ലക്ഷ്യം നേടാൻ പോകുന്നില്ല. ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മെ തമ്മിലടിപ്പിക്കലാണ് ലക്ഷ്യം. ഇത് പക്ഷെ വഖഫല്ല എന്ന് പറയുന്നവരോട് ഞാനതിന്റെ തെളിവ് പറയാം. എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ 1950 രജിസ്റ്റർ ചെയ്തത് ഇങ്ങനെയാണ്: പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ. ഇത് വഖഫാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നു, ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മൊയ്തുട്ടി സാഹിബ് അവറുകളുടെ പുത്രൻ തടിക്കച്ചവടം ഉണ്ണിക്കമ്മു അവറുകൾക്ക് മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുത്ത വഖഫ് ആധാരം, ഇതിനെയാണ് വഖഫ് അല്ലെന്ന് പറഞ്ഞു നടക്കണേ. അതിനകത്ത് കുറെ മുസ്ലിം കോന്തന്മാരുണ്ട്. എന്താ പറയുക അവരോടൊക്കെ? എന്താ പറയുക? വഖഫ് ആധാരം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ 404 ഏക്കർ ഭൂമി, അന്ന് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ശതകോടികളാണ്, അത്രയും ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ഇത് വഖഫാധാരമാണെന്ന് എഴുതി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ. ഇത് വഖഫാധാരമാണോ എന്നിപ്പോ സംശയം ജനിപ്പിച്ച് ദാനാധാരമാണ്, പാട്ടാധാരമാണ്. അവിടെ വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം എന്റെ കൈവശമുണ്ട്. 4 ആധാരങ്ങൾ എടുത്തു ചോദിച്ചു ഇത് ഏത് തരം ആധാരമാണ്. 3 ആധാരവും അത് അല്ല എന്ന് കാണിച്ചിട്ട് വഖഫ് ആധാരം എന്നതിന് ടിക്ക് കൊടുത്തിരിക്കുക. വഖഫ് ആധാരമാണ്, ദാനാധാരമോ പാട്ടാധാരമോ അത്തരത്തിലുള്ള ഒരാധാരവുമല്ല എന്ന് വിവകാരാവകാശ പ്രകാരം എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മറുപടി കിട്ടിയിട്ടുള്ള ഈ വഖഫ് ആധാരമല്ലെന്ന് പറയുന്നവർ സത്യത്തിൽ രാജ്യദ്രോഹമല്ലേ ചെയ്യുന്നത്? രാഷ്ട്രം നിയമിച്ച നിയമത്തിനെതിരിൽ, രാഷ്ട്രം നിർമ്മിച്ച നിയമമാണ്, മുസ്ലിങ്ങൾ നിർമ്മിച്ച നിയമമല്ല. ഈ വഖഫിന്റെ പ്രൊട്ടക്ഷന്റെ നിയമം മുസ്ലിമീങ്ങളെ രക്ഷിക്കാനല്ല, വഖഫ് പ്രോപ്പർട്ടികൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുമല്ല. അത് വ്യക്തികൾ അന്യാധീനപ്പെടുത്താതെ പൊതു താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായതാ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ, ഇത് ആധാരമാണ്, അതിന്റെ ആധാരത്തിന്റെ ആദ്യ പേജാ ഞാൻ വായിക്കുന്നേ. 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം കൽപ്പിച്ചു നടത്തുമെന്നുള്ള വിശ്വാസത്താൽ ഇത് വഖഫാണോ അതോ ദാനാധാരമാണോ അതോ പാട്ടാധാരം എഴുതണാണോ? ഇങ്ങനെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു നടക്കണേ? ഇങ്ങനെയാണോ പാട്ടാധാരം എഴുതണേ? ദാനാധാരം എഴുതണ ഇങ്ങനെയാണോ? ഇസ്ലാമിക വിശ്വാസ പ്രകാരം കൽപ്പിച്ചു നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി ഖബറിൽ ആത്മശാന്തി കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പ്രേരണയാൽ എന്റെ റൂഹിന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകലാവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫായി. ഇനി അദ്ദേഹത്തിന് അധികാരമില്ല, കൊടുത്ത ആൾക്ക് അധികാരമില്ല. അപ്പോഴാ അധികാരം ഞങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ, വിൽക്കാൻ, കാശ് മേടിക്കാനെന്ന് ഇത് കൈപ്പറ്റിയ ആളുകൾ പറയുന്നു ഓർക്കണം. എന്റെ എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞ്, ഇത് മനസ്സിലാക്കണം ഈ സമൂഹം. ഞങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം, അതിന്റെ സ്റ്റാറ്റസ് മാനിക്കണം. അവിടെ കബളിപ്പിക്കപ്പെട്ട ആ വഖഫിന്റെ സംരക്ഷണം നടത്തേണ്ടിയിരുന്ന ഫാറൂഖ് കോളേജ് തെറ്റായ നിലയിൽ പോൾ എന്ന് പറയുന്ന ഒരു വക്കീലിന് അറ്റോർണി പദവി കൊടുത്തിട്ട്, പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് അയാളെ കൊണ്ട് വിപ്പിച്ച് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫാറൂഖ് കോളേജാണ് അതിന് ഉത്തരവാദികൾ. അവരാൽ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുണ്ടെങ്കിൽ
അവരിൽ നിന്ന് കാശ് ചെറുതോ വലുതോ ആയ തുക കൊടുത്ത് മേടിച്ചവർ വഴിയാധാരമാകാൻ നമ്മൾ അനുവദിക്കില്ല എന്നാണ് മുസ്ലിം സമുദായം ഒന്നിച്ചു പറയുന്നത്. പക്ഷെ അതിനത് വഖഫായത് വഖഫല്ലെന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരിൽ പറയലല്ലേ? അത് ആരെ പേടിച്ചിട്ട് പറയാനാ? കാസയെ പോലുള്ള വിഷജന്തുക്കളെ പേടിച്ചിട്ടോ, അല്ലെങ്കിൽ PC ജോർജിനെ പോലുള്ള ആ പൂഞ്ഞാറിലെ തെരുവിലൂടെ അലയുന്ന ചില ജന്മങ്ങളെ പേടിച്ചിട്ടോ? അവരങ്ങനെ അച്ചപ്പാടും അലമുറയും ഇട്ടാൽ ഇത്ര ആധികാരികമായി വഖഫാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന വഖഫല്ലാതായി മാറുമെങ്കിൽ ഇവിടെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ദേവസ്വമോ സഭാസ്വത്തുക്കളോ ആരെങ്കിലും ഒച്ചയുണ്ടാക്കിയാൽ അത് അതിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്തണമെന്നാവൂലേ? നോക്കൂ, ഇത് സ്റ്റാറ്റസ്, ഇത് വഖഫാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ട് ആ സാധുജനങ്ങളുടെ പ്രശ്നം എങ്ങനെയും പരിഹരിച്ചോളൂ എന്നേ ഈ സമുദായം പറയുന്നുള്ളൂ. അവരെ കുടിയൊഴിപ്പിച്ച് തീരുവെന്ന് പറയുന്ന ഒരു മുസ്ലിം വ്യക്തിയുമില്ല, ഒരു സംഘടനയുമില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് വഖഫായി, 2 വട്ടമായി വഖഫായി എന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും, റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പറ്റൂല, ബാർ നടത്താൻ കൊടുക്കാൻ പറ്റൂല, കോളേജിന്റെ വിദ്യാഭ്യാസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇതെടുക്കാവൂ. കാരണം അതാണ് വഖഫിൽ പ്രവാചകൻ ആവശ്യപ്പെട്ടത്, വിദ്യാഭ്യാസത്തിന് എടുക്കാവൂ. അതാണ് ഇസ്ലാമിക ആദർശപ്രകാരം കൽപ്പിച്ചു നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് എന്റെ ആത്മശാന്തിക്ക് ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുക, ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും, എപ്പോഴാണ് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താവുന്നത്? ഇതിനിങ്ങനെ ക്ലോസ് ഉണ്ട്, കണ്ടീഷണലാണ് എന്നാ പറയണേ ഇപ്പൊ ചിലര്. എല്ലാ വഖഫും കണ്ടീഷണലല്ല. വഖഫ് ചെയ്ത ആള് വെക്കുന്ന ഏത് കണ്ടീഷനും ബാധകമാ, മുഴുവൻ വഖഫും കണ്ടീഷണലല്ല. അതുകൊണ്ട് കണ്ടീഷൻ വെക്കാൻ വഖഫിന് അവകാശമുണ്ട്. അദ്ദേഹം പറയുകയാണ്, മറ്റൊരാവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇന്ന് ആ വസ്തു ബാറായിട്ട് ഉപയോഗിക്കുകയാണ്, ഇന്നത് റിസോർട്ടായിട്ട് ഉപയോഗിക്കുക. ഏത് നീതിബോധമാണ് മതവിശ്വാസികളും മതാചാര്യന്മാരെന്നുമാണെന്ന് പറയുന്നവരെ ആദരണീയരായ നിങ്ങളെ ഭരിക്കുന്നത്? നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണ്? നിങ്ങൾ ഏത് ക്രിസ്തുദേവന്റെ ആളുകളോ? നിങ്ങൾ ആരുടെ? നിങ്ങൾ കൃഷ്ണന്റെ ആളുകളോ? നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണ്? നിങ്ങൾ മതത്തിന്റെ ഘാതകന്മാരല്ലേ? നിങ്ങൾ ഇത് വഖഫല്ലെന്ന് പറഞ്ഞാൽ, വഖഫായിരുന്നു കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് മാന്യമായ പരിഹാരം ചെയ്യാം. ആ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത്. വഖഫ് ആണെങ്കിൽ പോലും എന്ന് പറയുന്നതിനേക്കാൾ ഉദാരമാണോ വഖഫ് അല്ലാത്തത് കൊണ്ട് കൊടുത്തേരെ എന്ന് പറയുന്നത്? വഖഫ് ആണെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വഖഫാണെന്നത് അംഗീകരിക്കുക, അതൊരു സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ് എന്നല്ലേ മുസ്ലിം സമുദായം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ, ഇതിൽപ്പെട്ട വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്താൽ, കോളേജ് ഇല്ലാതെ വന്നോ? ഇപ്പൊ കൊടുത്തളഞ്ഞല്ലോ, കോളേജ് ഇല്ലാതെ വന്നില്ല, ഇപ്പോഴും കോളേജ് ഉണ്ട്. അപ്പൊ ഇത് വേറൊരൊന്നിനും ഉപയോഗിക്കാൻ ഇന്നും പറ്റില്ല, കോളേജ് ഉണ്ടല്ലോ. കോളേജ് ഇല്ലാതെ വന്നാൽ മാത്രം വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? അന്ന് വഖഫ് ബോർഡില്ല ഏറ്റെടുക്കാൻ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഫാറൂഖ് കോളേജിന് പിന്നെ ഞാനിത് കോളേജ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ കോളേജ് മാനേജ് കമ്മിറ്റിക്ക് പിന്നെയും അതോറിറ്റി ഇല്ല. അപ്പൊ കൊടുത്ത എന്റെ അവകാശികൾക്ക് എന്റെ താല്പര്യപ്രകാരം എന്റെ പരലോക മോക്ഷത്തിന് മറ്റേതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമായി അവർ വിനിയോഗിക്കാൻ പര്യാപ്തമായ നിലയിൽ എന്റെ അവകാശികൾക്ക്, എന്റെ പിന്തുടർച്ചാവകാശികൾക്ക് അത് മടക്കിയെടുക്കാൻ അവകാശം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് വഖഫ് ബോർഡ് ഇല്ലാത്തത് കൊണ്ടുകൂടി. അന്ന് വഖഫ് ബോർഡുണ്ടോ? അങ്ങനെ കൊടുത്ത ഈ വഖഫ് വസ്തുവിനെ ഈ രാജ്യത്ത് കലാപത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അപകടകാരികളായ ശക്തികൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്ത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രമാക്കിയ അധികാര കേന്ദ്രത്തിനാണ് ഒത്താശ ചെയ്യുന്നത്. ഇത് നാളുകളിൽ അവർക്കാണ് വിനയായി വരിക. ഇവിടെ ദേവസ്വവും ഗുരുദ്വാരയും ഒക്കെ വഖഫും ഒക്കെ ഗവൺമെന്റിന്റെ കൂടെ അണ്ടറിൽ നിരീക്ഷണത്തിന്റെ കീഴിൽ ഭരിക്കപ്പെടുമ്പോ ഒരു ഗവൺമെന്റ് നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ ഭരിക്കപ്പെടുന്ന സ്വത്തുണ്ടെങ്കിൽ അത് സഭാ സ്വത്തുക്കൾ മാത്രമാണ്. ഇതിനെതിരിലുള്ള നിങ്ങളുടെ ഈ വാദമുഖങ്ങൾ, ഈ സഭാധികാരികളോട് ഞാൻ പറയുക, ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയുന്നില്ല, കാരണം നമ്മുടെ പാമ്പ്ളാനി പിതാവൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു. ഈ വെറുപ്പിന്റെ തീവ്രവാദപരമായ സമീപനം കൊണ്ടൊന്നും കാര്യമില്ല, ഒരു മതവിഭാഗത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാമെന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുന്നതിനെ ഒന്നും കാസയെ പരാമർശിച്ചാ പറഞ്ഞത്. അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ബഹുമാന്യനായ പാമ്പ്ളാനി പിതാവിനെ പോലുള്ള ധാരാളം മതപുരോഹിതന്മാർ, ദൈവബോധമുള്ളവർ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവരുണ്ടായിരിക്കെ മുഴുവൻ ക്രൈസ്തവരെയും ഞാനിത് പറയില്ല. പക്ഷെ വഖഫ് കൊള്ള സംഘമാണെന്ന് പറയുകയും
അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചില പുരോഹിതന്മാരുണ്ടല്ലോ, അവര് നാളെ മുസ്ലിം സമുദായത്തിന്റെ വഖഫ് പ്രോപ്പർട്ടികൾ ഭേദഗതിയിലൂടെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കൈവയ്ക്കാൻ അവർക്ക് മുമ്പിൽ എന്താണ് തടസ്സമെന്ന് മണിപ്പൂർ മുമ്പിൽ വെച്ച് അവർ ആലോചിക്കുന്നത് നല്ലതാണ്. അമേരിക്കയുടെ വലിയ സ്വാധീനമൊക്കെ രക്ഷിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് മണിപ്പൂരിലെ തീ അണയുന്നില്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവര് പറയുന്നത് അതിനകത്ത് രണ്ടാളുകൾക്ക് അമുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനകത്ത് കയറി വരണം പോലും. സഭാസ്വത്തിൽ അക്രൈസ്തവരെ അനുവദിക്കുമോ? അവിടെ ചോദിച്ചല്ലോ, കനിമൊഴി ചോദിച്ചല്ലോ, അഖിലേഷ് യാദവ് ചോദിച്ചല്ലോ, നമ്മുടെ KC വേണുഗോപാൽ ചോദിച്ചല്ലോ, നമ്മുടെ ഇടതുപക്ഷത്തിന്റെ മിടുക്കന്മാരായ MP-മാർ ചോദിച്ചല്ലോ. എല്ലാവരും ഒരുപോലെ ചോദിച്ചു. നിങ്ങൾ എന്താ അസംബന്ധം പറയുന്നേ? മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാർ അവരുടെ സ്വന്തം സ്വത്ത് ദാനം ചെയ്ത് ദൈവപ്രീതിക്ക് വേണ്ടി നൽകിയത്, അത് ദൈവപ്രീതിക്ക് വേണ്ടി എങ്ങനെയാ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കല്ലേ അറിയൂ. അപ്പൊ പറയുകയാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവർ വഖഫ് ചെയ്താലും വഖഫ് ആകുമെന്നുള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേര് വേണമെന്ന്. മുസ്ലിങ്ങളല്ലാത്തവർ വഖഫ് ചെയ്താൽ അവര് മുസ്ലിങ്ങളല്ലാത്തവര് അമ്പലത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്താൽ അതിന് വഖഫ് നല്ല കൂട്ടരെ പറയുക. അവര് വേറെ ചർച്ചിന് വേണ്ടി കൊടുത്താൽ അതിന് വഖഫ് എന്നല്ല പറയുക. അവർ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ മാത്രമേ അതിന് വഖഫ് എന്ന് പറയുള്ളൂ. മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ പള്ളിക്ക് വേണ്ടി വിട്ട് വഖഫായി കൊടുത്താൽ അത് പള്ളി ആഗ്രഹിക്കുന്ന പോലെ, ഇസ്ലാം ആഗ്രഹിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ അവർ കൊടുക്കണേ. അവിടെ മുസ്ലിം അല്ലാത്തവരുടെ ആവശ്യം അവിടെ ഇല്ല. അവരത് ആഗ്രഹിക്കുന്നില്ല കൊടുക്കുന്നവർ. പറയുകയാണ്, ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദം. മുസ്ലിമീങ്ങളല്ലാത്തവർ വഖഫ് ചെയ്താലും സാധുവാകുമെന്നുള്ളത് കൊണ്ട് ആണ് പറഞ്ഞു നിൽക്കാൻ പഴുതില്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു തൊടുന്യായം അവർ പറയുകയാ. മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാർ, ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ ഇന്നും ഗൾഫ് നാടുകളിൽ, ഞാൻ ദുബൈയിൽ പോയച്ചു വന്നതാ, അവിടുത്തെ ക്ഷേത്രം കണ്ടു. ഗൾഫിലെ ഭരണാധികാരികൾ കൊടുത്ത വമ്പൻ ക്ഷേത്രം ഞാൻ കണ്ടു. ഖത്തറിലുണ്ട്, അറബി നാടുകളിൽ പലയിടത്തുമുണ്ട്. അവരവരുടെ ഭൂമി വിട്ടുകൊടുക്കുക അവിടുത്തെ ന്യൂനപക്ഷം വരുന്ന പ്രവാസി ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വേണ്ടി. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഞാൻ ചങ്ങനാശ്ശേരി നിന്നു, കാവിൽ ക്ഷേത്രമുണ്ട്, അപ്പുറത്ത് മെട്രോപൊളിറ്റൻ ചർച്ചുണ്ട്, ഞാൻ നിന്ന പഴയ പള്ളിയുണ്ട്. അവിടെ എല്ലാം 1/2 ഏക്കർ വീതം എല്ലാവർക്കും വേണ്ടി നമ്മുടെ തെക്കൻകൂർ രാജാക്കന്മാർ വിട്ടുകൊടുത്തവർ നല്ലവരായിരുന്നു. അവർ ആർക്കെങ്കിലും അതെല്ലാം രാജാവ് കൊടുത്തതാ, അതുകൊണ്ട് മുഗളന്മാർ കൊടുത്ത അതുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്നാ പറയണേ. അങ്ങനെയാണ് ഹിന്ദു രാജാവ് കൊടുത്ത അതെല്ലാം തിരിച്ചു പിടിക്കാൻ പറഞ്ഞ കാവിൽ ക്ഷേത്രം തിരിച്ചു പിടിക്കണ്ടേ? മെട്രോപൊളിറ്റൻ ചർച്ച് തിരിച്ചു പിടിക്കണ്ടേ? എന്ത് മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇവർ വിളിച്ചു പോകുന്ന ഒരു സമുദായത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ. അപ്പൊ പറയാ, പിന്നെ സ്ത്രീകൾക്ക് ഞങ്ങൾ നടത്തിയ ഭേദഗതി നല്ലതല്ലേ, സ്ത്രീകൾക്ക് അതിൽ പങ്കുകൊടുക്കുകയല്ലേ എന്നാ. ഓ, സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് വഖഫിൽ പങ്കുകൊടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മോഡിജിക്ക് സ്ത്രീകളോടുള്ള സ്നേഹം ചില്ലറയല്ലല്ലോ. സ്വന്തം ഭാര്യയെ 10-65 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ പെണ്ണായ ആ ഭാര്യയെ ഒന്ന് നോക്കുകയോ ഒന്ന് ദർശിക്കുകയോ സ്പർശിക്കുകയോ പോലും ചെയ്യാൻ തയ്യാറാകാതെ ഒരു സ്ത്രീയോടുള്ള മനുഷ്യത്വത്തിന്റെ 7 അയലത്ത് പോലും കടന്നു പോകാത്ത ആളാണത്ര മുസ്ലിം സ്ത്രീ. 40 പേരെ തീയിട്ട് ചുടാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയെന്ന് രാജ്യം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ സക്കിയ ജാഫ്രി ഇന്നലെയാണ് മരിച്ചത്. ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് കാണാത്ത മനുഷ്യൻ മുസ്ലിം പെണ്ണിനെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിൽ അവളുടെ പ്രാതിനിധ്യം കൊടുക്കാൻ പോലും കേമമായി പോയി. ഇതൊക്കെ വിശ്വസിക്കണം പോലും നമ്മൾ. ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുന്നവർ ബുദ്ധിമാന്മാരും തെറ്റാന്ന് പറയുന്നവർ മന്ദബുദ്ധികളുമാണെന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ. ഈ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സും പേര് നടക്കാതെ മനുഷ്യനാകാൻ നോക്ക്. മനസ്സുകൊണ്ട് ആകാശത്തോളം വളരാൻ ശ്രമിക്ക്. പരലോക സീമകളിൽ, സ്വർഗസീമകളിൽ ചേക്കേറാൻ അതാണ് ഉപകാരപ്പെടുക എന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഭേദഗതികൾ നടപ്പിൽ വരുത്തി ഇവര് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വഖഫിന്റെ പ്രൊട്ടക്ഷൻ അല്ല. ഇതുപോലെ രാജ്യനിവാസികൾക്കെന്നും മുതൽക്കൂട്ടായി മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാരുടെ ഉദാര മനസ്ഥിതി കൊണ്ട് നൽകപ്പെട്ട് ഈ രാജ്യം അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടികളെല്ലാം അണ്ടാലിയ അംബാനി പിടിച്ചെടുത്തതുപോലെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള അവകാശമാണ് ഇവർ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ, ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഈ വഖഫ് നിയമത്തെ ഇത്ര ശക്തമാക്കിയത് വ്യക്തികളെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യം വന്നാൽ അത് സർക്കാർ എടുത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയാണ്. ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ? ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ? ഇവരല്ലേ രാഷ്ട്രദ്രോഹികൾ?
ഈ രാജ്യദ്രോഹികളോടൊപ്പം നിൽക്കലല്ല രാഷ്ട്രധർമ്മം മാനിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വഖഫ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു വലിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷനായി ലോകത്തെന്നും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഇസ്ലാമിക സൊസൈറ്റി എന്തിനാണ് വഖഫ് ചെയ്യുന്നറിയോ? ഇസ്ലാമിലെ സംസ്കാരത്തിലെ ഭരണ സംവിധാനത്തിന് പൊതുജനാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ സമ്പന്നരായ സ്വകാര്യ വ്യക്തികളെ ദാനത്തിന് പ്രേരിപ്പിച്ച് ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഏർപ്പാടാക്കിയ വഖഫ് സംവിധാനത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ കാലത്തും ആ സമൂഹത്തിൽ ജീവിച്ച ജനങ്ങൾ കടന്നുപോയത്. വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച്, വഖഫിന്റെ ഭക്ഷണം കഴിച്ച്, വഖഫിന്റെ ഖബറുകളിൽ ഖബർസ്ഥാനുകളിൽ അന്തി ഉറങ്ങുന്ന ഒരു സമൂഹ ഘടനയെയാണ് വഖഫിലൂടെ ഇസ്ലാം സൃഷ്ടിച്ചെടുത്തത് എന്ന് സാമൂഹിക ചിന്തകന്മാർ വിവക്ഷിച്ചതും വിലയിരുത്തിയതും ഈ അർത്ഥത്തിലാണ്. അത് സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ്. ഇന്നും ഫാറൂഖ് കോളേജിൽ ലക്ഷക്കണക്കിന്, നിങ്ങൾക്കറിയാമോ, മണപ്പാടൻ മുഹമ്മദ് ഹാജി ഫാറൂഖ് കോളേജിന് നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞു 150 ഏക്കർ കൊടുത്തു. അത് കൊടുത്തപ്പോ NSS വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന്, 25 ഏക്കർ അവർക്കും കൊടുത്തു. SNDP വന്നിട്ട് പറഞ്ഞു, ആർശങ്കർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന്, 25 ഏക്കർ അവർക്കും കൊടുത്തു. അദ്ദേഹം ഞാനും കൂടിയുള്ള ഒരു വേദി ചങ്ങനാശ്ശേരി വെച്ച് ഒരിക്കൽ പ്രസംഗിച്ചതാ. ഇങ്ങനെ കൊടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഇതൊക്കെ ആർക്കാ ഉപകാരപ്പെട്ടെ? അതൊക്കെ ഭൂമി വഖഫ് ചെയ്താൽ കിട്ടുന്ന ഈ മുസ്ലിം സമ്പന്നന്മാർ എന്നും അത് ചെയ്തിട്ടുണ്ട്. ഇതില്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ പണ്ടൊരിക്കൽ പ്രഭാഷണത്തിൽ ചോദിച്ചതുപോലെ ഇവിടെ പല ക്രൈസ്തവ സമൂഹത്തിന്റെയും, ഞാൻ ക്രൈസ്തവ സഹോദരരെ വിമർശിക്കാൻ പറയല്ല, ഈ ദുർന്യായങ്ങളുടെ പുറകെ പോയി വെറുപ്പിന്റെ ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്ന ചില പുരോഹിതന്മാരും ചില ക്രൈസ്തവ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇവിടെ SD കോളേജ് കാഞ്ഞിരപ്പള്ളിയുടെ നഗരഹൃദയത്തിൽ, ഞാൻ വരുന്ന ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ തന്നെ SB കോളേജ് ചങ്ങനാശ്ശേരിയിലെ, ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉള്ളതാ? നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ വന്നു ചേർന്നതാ? പൂർവികന്മാരാരും വഖഫ് ചെയ്തതല്ലല്ലോ, ഒന്നും അല്ലല്ലോ. അതേസമയം ഞങ്ങളുടെ പൂർവികന്മാർ വഖഫ് ചെയ്തതാണെന്ന് രേഖയില്ലാത്ത ഒന്നിലും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കാറില്ല. അവകാശവാദം ഉന്നയിക്കുന്നത് പോയിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പോലും വേണ്ടത്ര ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് വഖഫിനെ വഖഫ് അല്ലെന്ന് പറയുമ്പോൾ വഖഫാണെന്ന സ്റ്റാറ്റസ് അംഗീകരിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവിടെ കബളിപ്പിക്കപ്പെട്ട പാവം ജനതയെ പുറന്തള്ളണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. തികച്ചും ഉദാരമായ ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ അവരുടെ കൈവശമുള്ള വഖഫ് ഭൂമികൾ കൊണ്ട് ഈ രാജ്യത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരുപാട് പള്ളിപ്പറമ്പുകൾ, ഇന്ന് 25 ഏക്കറുള്ള ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തവനാ. ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ ഇന്നും കയ്യിൽ കാശില്ല. ഇങ്ങനെയാ നമ്മൾ വഖഫ് ഭൂമിയെ കൈകാര്യം ചെയ്യണേ, മനസ്സിലായില്ലേ? 40 ഏക്കർ ഭൂമി വഖഫുണ്ട്. ഞാൻ അറിയുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് 40 ഏക്കർ ഭൂമി വഖഫുണ്ട്. അവിടെ പഠിക്കുന്ന അന്തേവാസികൾക്ക് വേണ്ടത്ര സൗകര്യം നൽകാൻ കഴിയുന്നില്ല. ഇങ്ങനെ സ്വന്തം സമൂഹത്തിന് പോലും ഉപകാരം ചെയ്യാൻ കഴിയാതെ വഖഫിനെ ദുരുപയോഗം ചെയ്യുന്നവരായി വഖഫിന്റെ മുത്തവല്ലിമാർ പലപ്പോഴും മാറിയപ്പോഴാണ് വഖഫിന്റെ മൂല്യം തിരിച്ചറിയാൻ ഈ രാഷ്ട്ര ജനതയ്ക്ക് കഴിയാതെ പോയത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനതയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. വഖഫ് അത് സംരക്ഷിച്ചത് ഇന്നലകളിൽ രാഷ്ട്ര ദൗത്യത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഗവൺമെന്റുകളാണ്. അത് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ല. ഞങ്ങളുടെ വഖഫുകൾ ഞങ്ങൾ നോക്കിക്കോളാം. അതിനെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കൂടി ബാധ്യതയാണെങ്കിലേ അത് രാഷ്ട്രത്തിന് ഉപകാരപ്പെടുകയുള്ളൂ എന്ന ഈ സന്ദേശം, ഈ എഡ്യൂക്കേഷൻ ഈ രാജ്യനിവാസികൾക്ക് നൽകാനാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് ആഗ്രഹിക്കുന്നത്. വെറുപ്പിന്റെ ശക്തികൾ വളർന്നാൽ വീണ്ടും രാജ്യം വിഭജനത്തിലേക്ക് തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ കലാപത്തിലേക്ക് കടന്നു പോകുമോ എന്ന് ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിന് കനത്ത ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദര സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ തുറന്നു കാട്ടിക്കൊണ്ട് വസ്തുതകൾ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഞങ്ങൾ പറയുന്നു, ഇനി എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് രേഖകളെല്ലാം അനുകൂലമാണ്. വഖഫിന്റെ രേഖയാണ് ഞാൻ പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സ്റ്റാറ്റസ് അത് വിൽക്കാൻ പാടില്ല, കരമടയ്ക്കാൻ പാടില്ല, അടയ്ക്കാൻ അനുവാദം കൊടുത്തത് തിരുത്തിയിട്ട് കോടതികൾ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, വഖഫ് ബോർഡല്ല പ്രഖ്യാപിച്ചത്. ഇവര് പറയുന്നു
വഖഫ് ബോർഡ്, വഖഫിന്റെ ട്രിബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് കോടതിയില്ലെന്ന്. വഖഫിന്റെ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതോ മുസ്ലിയാരാണെന്ന് തോന്നുന്നു, അൽഖാസിമിയാണെന്ന്. വഖഫിന്റെ ട്രിബ്യൂണൽ പലപ്പോഴും ഇരിക്കുന്നത് ക്രിസ്ത്യാനിയാ. വഖഫിന്റെ ട്രിബ്യൂണലിൽ ഇരിക്കുന്ന പലപ്പോഴും ഹിന്ദുവാ. അവരാണ് വിധി പറയുന്നത്. ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ അലിയാർ കാസിമിയായിരിക്കുന്നെന്ന് തോന്നും. ആ നിലയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ല മുസമ്മൽ കൗസരിയാന്ന് അല്ലവിടെ. വഖഫ് ട്രിബ്യൂണൽ ഹിന്ദുവും ക്രിസ്ത്യാനിയുമായ രേഖകൾ വെച്ചാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത്. വേണ്ട, കോടതി പരിശോധിക്കില്ലെന്ന് പറഞ്ഞു. മുനമ്പത്തെ വഖഫ് ഭൂമി വഖഫാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചതാ. ഇവര് വെല്ലുവിളിക്കുന്നത് കോടതിയല്ലേ? ഇവര് രാജ്യദ്രോഹ കോടതിയെ ലക്ഷ്യമല്ലേ പ്രവർത്തിക്കുന്നത്? ഇവരെയൊക്കെ തുറുങ്കിലടയ്ക്കേണ്ട ദൗത്യമാണ് ഗവൺമെന്റ് നിർവഹിക്കേണ്ടത്. എങ്കിലേ രാജ്യത്തെ സ്വൈരം നിലനിൽക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മിച്ച നിയമത്തെ മാനിക്കാൻ രാജ്യത്തെ എല്ലാ പൗരനും അവകാശമില്ലേ? ആ അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്ത് വൈരം വിതയ്ക്കാൻ ശ്രമിക്കുമ്പോ ഇതരുതെന്ന് പറയേണ്ട ബാധ്യത നമ്മൾ പണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ട്, ശബരിമലയിൽ തന്ത്രി കുടുംബത്തിൽ പിറന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാ. അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പക്ഷേ മതവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. ലക്ഷ്യം നേടാൻ പലതും ഉണ്ട് ഹിന്ദുവിന്. പക്ഷെ അത് ഹിന്ദുവും മുസ്ലിമും തമ്മിലടിച്ചിട്ട് വേണ്ട, സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, സംവരണം കൊണ്ട് മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്നുള്ള RSS പ്രചാരണമൊക്കെ എന്റെ വീട്ടിലും കേട്ടു വളർന്നവനാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു മുസ്ലിം MLA ഇരിക്കുന്ന സദസ്സിൽ വെച്ച് സംവരണത്തിനെതിരിൽ അതിനിശ്ചിതമായി പ്രസംഗിച്ചു. ആ MLA എല്ലാം കേട്ടി ചിരിച്ചിട്ട് കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ പിന്നെ ഞാൻ സ്വയം പഠിച്ചപ്പോഴാണ് സംവരണത്തിലൂടെ മുസ്ലിങ്ങൾ ഒന്നും തട്ടിയെടുത്തിട്ടില്ല, അവരുടെ അവകാശം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അധികമായി ടോളറേറ്റ് ചെയ്യരുത്, ഒരുപാട് സഹിഷ്ണുത കാണിച്ച് സത്യം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത്. എന്നാൽ നിങ്ങൾ എക്സ്ട്രീം ആവുകയും ചെയ്യരുത്, തീവ്രവാദ സമീപനവും സ്വീകരിക്കരുത്. മറിച്ച് നിങ്ങൾ ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, വിദ്യാഭ്യാസം ചെയ്തു തരിക, ഞങ്ങൾക്ക് പറഞ്ഞു തരിക കാര്യങ്ങൾ. അത് നിങ്ങൾ ചെയ്തിരിക്കണം. ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ കുന്നത്തൂർ താലൂക്ക് ഇതിന്റെ ഞങ്ങളുടെ ആദരണീയനായ ഉസ്താദ് ബഹുമാനപ്പെട്ട മല്ലാഹിരി ഉസ്താദ് ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഇന്നും ചെറുപ്പക്കാരന്റെ ഊർജ്ജസ്വലതയോട് ഉപദേശ നിർദ്ദേശങ്ങളോടും കൂടി ജമിയത്തുൽ ഉലമാ ഹിന്ദ് പറയുന്നു, ഞങ്ങൾ ഈ രേഖകളെല്ലാം കോടതിക്ക് മുമ്പിൽ വയ്ക്കും, കോടതി വിധി എതിരായാലും ഞങ്ങൾ അംഗീകരിക്കും. ബാബരി മസ്ജിദ് കണ്ടില്ലേ? ഞങ്ങൾക്ക് നൊമ്പരമുണ്ട്, ആ വിധി തെറ്റാണ്, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കാതിരുന്നോ? കലാപം കൂട്ടിയോ? കോടതിയിൽ പറയൂ നിങ്ങൾക്ക് ന്യായമുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു സമുദായത്തെ രാഷ്ട്രദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് രാജ്യക്കൂറുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞങ്ങൾ വിധി പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ ദൗത്യം ഏറ്റെടുത്ത് ഇങ്ങനെ മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങൾ, കൂട്ടുകാർ, അവർക്കെല്ലാവർക്കും പടച്ചതമ്പുരാൻ നല്ല പ്രതിഫലം നൽകട്ടെ. ഇതൊരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ്. വെറുപ്പ് കൊണ്ട് ഒരു രാജ്യം ഇല്ലാതാവുകയാണ്. വെറുപ്പുൽപാദിപ്പിച്ചാണ് ഒരിക്കൽ നമ്മൾ പിളർക്കപ്പെട്ടത്. ഇനിയും അത് സംഭവിക്കരുത്, കലാപത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, ലീഗിന്റെ, കോൺഗ്രസിന്റെ, CPM-ന്റെ, അതുപോലെ തന്നെ SDPയുടെ എന്നെല്ലാം ഇവിടെ കൂട്ടുകാർ പറഞ്ഞു. എല്ലാ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകർ ഈ നന്മയെ മാനിച്ചുകൊണ്ട് ഇവിടെ പങ്കാളികളായതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, സ്നേഹത്തോടെ, സഹകരണത്തോടെ, സഹവർത്തിത്വത്തോടെ നമ്മുടെ രാജ്യത്തിന് ഇന്നലകളിൽ എന്ന പോലെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, നമ്മുടെ രാജ്യം തകരില്ല. 400 പാർ 400-400-ലധികം സീറ്റ് തന്നാൽ എല്ലാം ഭേദഗതി ചെയ്ത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തരാമെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹിന്ദു രാഷ്ട്രം കൊണ്ടുപോയി കടലിലെറി എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ രാജ്യമാണിത്. സ്വന്തം നിലയിൽ ഭരിച്ചോണ്ടിരുന്നവനെ ആരാന്റെ ഊരച്ചാരി ഭരിക്കേണ്ട ഗതികേടിൽ എത്തിച്ച രാജ്യമാണിത്. ഈ രാജ്യത്ത് നന്മയാണുള്ളത്. അത് മുസ്ലിമിൽ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മതമുള്ളവരിലും ഇല്ലാത്തവരിലും അതുണ്ട്. ആ നന്മയെ വളർത്തുക, പരിപോഷിപ്പിക്കുക, ഇതാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ ദൗത്യം. മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രസ്ഥാനത്തിന്, മൗലാന ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹിയുടെ പ്രസ്ഥാനത്തിന്, മൗലാന ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദൈവന്തിയുടെ പ്രസ്ഥാനത്തിന് അതല്ലാതെ മറ്റൊന്നും കഴിയില്ല. നമുക്ക് മുന്നേറാം. ദൈവം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.